അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്കായി വേണ്ടി ഞാനൊരു ലഞ്ചിന് 1-2 കൊച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ടാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര വലിയ ഐറ്റം ഒന്നുമല്ല, മുട്ടയും പിന്നെ പൊട്ടറ്റോ ഫ്രൈ ആണ് സംഭവം. ഇപ്പോഴേ ഞാൻ പറഞ്ഞു തരാം, കാരണം പിന്നീട് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതാണ് അവൾ ഇത്രയും നേരമായിട്ട് ഉണ്ടാക്കിയതെന്ന്. ഓക്കെ, അപ്പം എനിക്ക് ഈ 2 ഐറ്റംസ് ഇഷ്ടമാണ്. ഈ ഒരു മുട്ടയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ റീൽസ് കണ്ട് അടിച്ചു മാറ്റിയതാണ്. സോ ഇത് കണ്ടപ്പം തൊട്ടേ എനിക്കൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ക്യാമറയൊക്കെ ഇച്ചിരി ഒന്ന് ഷെയ്ക്ക് ആവുക ആരും ഒന്നും വിചാരിക്കരുത്, കാരണം ഒരു കൈ ഫോൺ ഒരു കൈ പരിപാടിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ക്യാമറയിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മുളക് പൊടിയുടെ ആ ഒരു സ്മെല്ല് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുട്ടയിൽ നിങ്ങൾക്ക് സവാള പച്ചമുളകില്ല ഇതൊന്നും ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കരുത്. മുട്ട ഇങ്ങനെ റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് മുട്ട ഇങ്ങനെ ഒഴിക്കണം കേട്ടോ, അല്ലാതെ മിക്സ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് ഒഴിക്കാതെ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഒഴിക്കും. ഇപ്പോൾ ഒരു മുട്ടയാവാം 2 മുട്ടയാവാം, 2ൽ കൂടുതൽ ഒഴിക്കേണ്ട, അതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ കറക്റ്റ് ആ ഷേപ്പിന് മടങ്ങി വരത്തില്ല. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇതുപോലെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഉപ്പും, കാരണം ഓവറായി കഴിഞ്ഞാൽ അത്ര ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഇത് തിരിക്കുമ്പം ഇതാവാതെ നമ്മൾ നോക്കണം, ആ ഒരു മുട്ടയുടെ ആ ഒരു ഷേപ്പൊന്നും മാറിപ്പോവാതെയൊക്കെ നോക്കണം. കാരണം ഞാൻ ഒരു ഫോൺ ഇങ്ങനെ ഒരു കയ്യിൽ ഒരു ഫോൺ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് കണക്ക് തോന്നി, പക്ഷേ എങ്കിലും കുഴപ്പമില്ല. അപ്പം ഇതുപോലെ നമ്മൾ ഇതിൽ ആ ഒരു മസാലയൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഐറ്റം ഇതാ റെഡി ആയി കഴിഞ്ഞു, മുട്ട. അപ്പോൾ മുട്ട ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. ഷോർട്ട് വീഡിയോയിൽ ഇനി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടാനും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഈ ഒരു പൊട്ടറ്റോ റോസ്റ്റ്, ഈ ഒരു ഫ്രൈ ഞാൻ മുമ്പ് തന്നെ മസാല ചേർത്ത് വെച്ചു. പിന്നെ അതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് ഓർത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചേർത്ത് എന്തൊക്കെയാണെന്ന് പറയാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല, ഇത്ര ഐറ്റംസാണ് ഇതിൽ ചേർത്തത്. അപ്പം ഇതൊക്കെ പിന്നെ ഓയിൽ, അതായത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്, അതൊന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം, കാരണം എങ്കിൽ ആ ഒരു മസാലയൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പം അത് ഞാൻ കുറച്ച് നേരമായിട്ട് വെച്ചായിരുന്നു. അതിന് ശേഷമാണ് മുട്ട ഫ്രൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമുക്കത് മുട്ട ഉണ്ടാക്കി അതിൽ തന്നെ അങ്ങ് ഒഴിച്ച് റെഡിയാക്കിയാൽ മതി, കാരണം അതിൽ തന്നെ കുറച്ചൊക്കെ മസാലകൾ ഇരിപ്പുണ്ട്. അപ്പം ഇതിൽ കോക്കനട്ട് ഓയിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്തതുകൊണ്ട് എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഓവറാക്കേണ്ട. ആദ്യം ഞാൻ വിചാരിച്ച് കുറച്ച് ചെയ്യാമെന്ന്, പിന്നെ വിചാരിച്ച് ഒറ്റയടിക്ക് തന്നെ അത് ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നീട് കുറച്ചും കൂടെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ എത്രയൊക്കെയുണ്ട് മാക്സിമം പറ്റുന്ന രീതിക്ക് തന്നെ വെച്ച് അതിനനുസരിച്ചുള്ള ഓയിൽ ചേർത്ത് ശരിയാക്കാം. അപ്പം ഞാൻ മൊത്തം അതിലേക്ക് യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഞാൻ കുറച്ചും കൂടെ പിന്നീട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് എണ്ണയിൽ തന്നെ ഇത് ശരിയാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ ഓയിൽ ആഡ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് തിരിച്ച് മറിച്ചൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, കാരണം ഒരു ഭാഗം മാത്രം ഇങ്ങനെ വെന്ത മസാല പിടിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അത് മറക്കരുത്. നിങ്ങളൊരു മീഡിയം ലോ ഫ്ലെയിമിന് ഇടയ്ക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ ഗൈസ്, ക്യാമറ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ബട്ട് അതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പം ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഓയിലൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഫ്രൈ ആവുന്നതുകൊണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ്, അതായത് തീരെ ബ്രൗൺ അല്ല, അത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് പോലെ ആകുമ്പോൾ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അകമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഉമ്മ ഉണ്ടാക്കിയ മോരും മീൻകറിയും ഉണ്ട്. അതോടൊപ്പം ഇതാ എൻ്റെ ഈ ഒരു സ്പെഷ്യൽ മുട്ട, പൊട്ടറ്റോ ഫ്രൈ, ഇതൊക്കെ ഉണ്ട്. പിന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പം നല്ല പോലെ തന്നെ ഫുഡ് കഴിച്ചു. അപ്പം ഇത് എനിക്കായിട്ട് ഉണ്ടാക്കിയ ഒരു ലഞ്ചാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഈ ഒരു ഡിഷും റെസിപ്പിയും ഒക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.